കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പെരിന്തൽമണ്ണ ദൃശ്യക്കൊലക്കേസിലെ പ്രതിയായ ബിനീഷ് ചാടിപ്പോയ സംഭവത്തിൽ പോലീസിനും കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അധികൃതർക്കും വീഴ്ച സംഭവിച്ചതായി ദൃശ്യയുടെ ബന്ധുക്കൾ. വിചാരണ നീട്ടിവെക്കാനായി മാനസിക രോഗിയായി വിനീഷ് പെരുമാറുകയാണ്. വിനീഷിനെ പിടികൂടാത്ത സാഹചര്യത്തിൽ ദൃശ്യയുടെ കുടുംബം കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നും ബന്ധു വിമൽ പറയുന്നു. പെരിന്തൽമണ്ണ ദൃശ്യക്കൊലക്കേസ് പ്രതി വിനീഷ് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ സംഭവത്തിൽ ഭീതിയോടുകൂടിയാണ് ദൃശ്യയുടെ കുടുംബം കഴിയുന്നതെന്ന് ദൃശ്യയുടെ ബന്ധു വിമൽ പറയുന്നു. രണ്ടാം തവണയാണ് പ്രതി ഇത്തരത്തിൽ കുതിരവട്ടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഇത് കൃത്യമായ സുരക്ഷാ വീഴ്ചയാണ്. പോലീസിനും കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർക്കും വിഷയത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. വിചാരണ നടപടിയിൽ നിന്നും രക്ഷ നേടാനായാണ് പ്രതി മാനസിക രോഗിയായി അഭിനയിക്കുന്നതെന്നും ബന്ധു വിമൽ ജനം ടിവിയോട് പറഞ്ഞു. ഇതിപ്പോൾ അവൻ ഇവിടെ ഉണ്ടോ, നാട്ടിൽ തന്നെ ഉണ്ടോ, അത് കേരളം വിട്ടോ, അതോ വേറെ എവിടേക്കെങ്കിലും പോയോ, ഒരു വിവരമില്ല. CCTV നോക്കുന്നുണ്ടെന്നല്ലാതെ ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. മെൻ്റൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് ചാടി പോകാൻ ആരെ തെറ്റാ? ഇത് ബാക്കി പബ്ലിക്കിനൊരു പ്രശ്നം ഉണ്ടാക്കും. അതേപോലെ ഇപ്പോൾ മേമയായാലും അവർ രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ ഇവനെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയല്ലേ? ഇതുവരെ ഒരു പ്രോപ്പറായിട്ട് എപ്പോൾ വരും, എപ്പോൾ വീട്ടിലേക്ക് വരും, ഒന്ന് പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ്. പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ സമ്മതിച്ചു, പക്ഷേ എത്ര കാലം ഈ പോലീസ് പ്രൊട്ടക്ഷൻ തരാൻ പറ്റും? ദൃശ്യയുടെ അമ്മയും അനിയത്തിയും അടങ്ങുന്ന കുടുംബം ഓരോ നിമിഷവും പേടിയോടെയാണ് കഴിയുന്നത്. വിനീഷിനെ എത്രയും വേഗം പിടികൂടാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്ന വിനീഷിനെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഡിസംബർ 10-ാം തീയതിയാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. തുടർന്നാണ് ശുചിമുറി തുറന്ന് പ്രതി പുറത്തു ചാടിയത്. 2 വർഷം മുൻപും പ്രതി ഇതേ രീതിയിൽ ഇവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറത്തിറക്കി പോലീസ് അന്വേഷണം ഊർജിതമെന്ന് പറയുമ്പോഴും പ്രതി എവിടെയെന്ന കാര്യത്തിൽ പോലീസിന് സൂചനയൊന്നുമില്ല. കുതിരവട്ടം ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഒന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇയാളുടെ ബന്ധുവീടുകളും പോലീസ് നിരീക്ഷണത്തിലാണ്. ജനം, കോഴിക്കോട്.